ഒന്ന്, രണ്ട്, മൂന്നാമത്തെ അടിക്ക് വലിയ ശബ്ദത്തോടു കൂടി അത് പൊട്ടിത്തെറിക്കുകയാണ് ചെയ്തത്. അപ്പോൾ തന്നെ ഈ കൈപ്പത്തി അങ്ങ് ചിതറിപ്പോയി. ആക്രി പെറുക്കാൻ പോകുമ്പോൾ സ്വർണവും പണവും ഒക്കെ കിട്ടി പണക്കാരായവരുടെ കഥകൾ ഒത്തിരിയുണ്ട്. പക്ഷേ ആ കുഞ്ഞു പയ്യന് കിട്ടിയതോ ഒരു ബോംബായിരുന്നു. അവൻ്റെ ജീവിതം മാറ്റിമറിച്ച ഒരു ബോംബ്. എൻ്റെ പേര് പൂർണ്ണചന്ദ്രൻ. ഇപ്പം പൂർണ്ണചന്ദ്രനായിട്ടാണ് അറിയപ്പെടുന്നത്. പൂർണ്ണചന്ദ്രൻ. ഈ പൂർണ്ണചന്ദ്രൻ്റെ കഴിഞ്ഞ കാലം ഒരു കഥയുണ്ട്. പറഞ്ഞാൽ ഞാൻ ജനിച്ചതൊക്കെ ഈ തമിഴ്നാട്ടിൽ കള്ളക്കുറിച്ചി എന്ന് പറഞ്ഞ ജില്ലയിലാണ്. ജില്ലയിൽ നിന്ന് കുറച്ച് ഒരു 10 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ കാട്ടൻ നന്തൽ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെയാണ് ജനിച്ചത്. അപ്പം ജനിച്ച സമയത്ത് അമ്മുമ്മ ഇട്ട പേരാണ് അമാവാസി. അമാവാസി ദിവസം ജനിച്ചതുകൊണ്ട്, നാളിൽ ജനിച്ചതുകൊണ്ട് അമാവാസി എന്ന് തന്നെ പേരിട്ടു. അപ്പം അച്ഛനും അമ്മയും പറഞ്ഞാൽ ഒറിജിനൽ ഞാൻ പറഞ്ഞ പോലെ തമിഴ്നാട്ട് സ്വദേശികളാണ്. അപ്പോൾ ഉപജീവന മാർഗവുമായിട്ട് ബന്ധപ്പെട്ട് കോഴിക്കോട് വടകര ആയഞ്ചേരി എന്ന സ്ഥലത്തായിരുന്നു അച്ഛനും അമ്മയും വന്നത്. അപ്പോൾ അച്ഛനാണെങ്കിൽ ഓരോ വീട്ടിലും ചെന്ന് പൊട്ടിയ ബക്കറ്റ് ഒട്ടിക്കുന്ന ആളായിരുന്നു എൻ്റെ അച്ഛൻ. പിന്നെ അമ്മയാണെങ്കിൽ നേരെ തിരിച്ച് ഓരോ വീട്ടിലും ചെന്ന് അരിയും പൈസയും ഭിക്ഷാടനം നടത്തിയായിരുന്നു കൊണ്ടുവരുന്ന ആ പൈസയും ഒക്കെ വെച്ചിട്ടായിരുന്നു ഞങ്ങളുടെ മൊത്തം കാര്യങ്ങൾ നോക്കിയിരുന്നത്. പിന്നെ അന്തി ഉറക്കം എന്ന് പറയുന്നത് ഉറക്കം വാടക വീട്ടിലൊന്നുമല്ല, റോഡ് സൈഡിലുള്ള കട വരാന്തകളിലും പഞ്ചായത്ത് വരാന്തകളിലൊക്കെയാണ്. പിന്നെ അച്ഛൻ മരിക്കണത് 5ാമത്തെ വയസ്സിലാണ്. അപ്പോൾ അച്ഛൻ്റെ മരണശേഷം മൂത്ത ചേട്ടൻ, ഞങ്ങൾ 4 പേരുണ്ട്. മൂത്ത ചേട്ടൻ്റെ പേര് മണികണ്ഠൻ, ഇളയതിൻ്റെ പേര് മഹേശ്വരി, അതിൻ്റെ ഇളയത് തിരുപ്പതി, അതിൻ്റെ ഇളയതാണ് ഞാൻ, അമാവാസി എന്നുള്ള പൂർണ്ണചന്ദ്രൻ ഇപ്പം നിൽക്കുന്നത്. അപ്പം മൂത്ത ചേഷ്ടൻ നമ്മുടെ തലശ്ശേരി, കണ്ണൂർ കല്ലിക്കണ്ടി, കണ്ണൂർ തലശ്ശേരി പാനൂർ കല്ലിക്കണ്ടി എന്ന സ്ഥലത്തായിരുന്നു, കല്ലിക്കണ്ടിയിലായിരുന്നു മൂത്ത ചേട്ടൻ. അപ്പം ചേട്ടനാണെങ്കിൽ അച്ഛനും അമ്മയും ഇങ്ങനെയാണെങ്കിൽ ചേട്ടൻ നേരെ തിരിച്ച് വേറെ ആക്രി പെറുക്കുന്ന ആളായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ മരണ ശേഷം നേരെ അദ്ദേഹം വന്നിട്ട് എന്നെ വിളിച്ചു അങ്ങോട്ടേക്ക് കൊണ്ടുപോയി, ചേട്ടൻ കൊണ്ടുപോയി. പിന്നെ അങ്ങനെ ഒരു ദിവസം ഈ പറഞ്ഞ പോലെ തന്നെ നേരത്തെ പറഞ്ഞല്ലോ 1998 ഒക്ടോബർ 26 അപ്പം അന്നായിരുന്നു ഈ ബോംബ് സ്ഫോടനം. അപ്പം ഞാനൊരു ചെറിയൊരു ചാക്കുമായിട്ട്, അച്ഛൻ 5ാമത്തെ വയസ്സിൽ മരിച്ചു, 7-8 വയസ്സ് ആ സമയത്തായിരുന്നു ഈ ആക്രി പെറുക്കാൻ വേണ്ടിയിട്ട് ചേട്ടനോടൊപ്പം നടന്നത്. അപ്പോൾ ആ സമയത്ത് കല്ലിക്കണ്ടിയിൽ നിന്ന് തൂവക്കുന്ന് പോകുന്ന വഴിയിൽ തന്നെ സൈഡിലായിട്ട് ഒരു 5-6 കടയൊക്കെ ഉണ്ട്. ആ സൈഡിലായിട്ട് തന്നെ ഒരു സ്റ്റീൽ പാത്രം തിളങ്ങുന്നുണ്ട്. എടുത്തു, ഇച്ചിരി ശകലം വെയിറ്റൊക്കെ ഉണ്ടായിരുന്നു, അതെടുത്ത് ചാക്കിലൊക്കെ ഇട്ടു. നേരെ അവിടെ നിന്ന് കല്ലിക്കണ്ടിയിലോട്ട് വന്നു, തൂവക്കുന്ന് കല്ലിക്കണ്ടിയിലോട്ട് വന്നു. അവിടെ ഉമ്മർക്കട ആക്രിക്കട ഉണ്ട്. അവിടെ നിന്ന് ചുറ്റിക വാങ്ങിച്ചു, ഇടത് കൈ കൊണ്ട് പിടിച്ചു, വലത് കൈ കൊണ്ട് ചുറ്റിക കൊണ്ട് അടിച്ചു. 1, 2, മൂന്നാമത്തെ അടിക്ക് വലിയ ശബ്ദത്തോടു കൂടി അത് പൊട്ടിത്തെറിക്കുകയാണ് ചെയ്തത്. അപ്പോൾ തന്നെ ഈ കൈപ്പത്തി അങ്ങ് ചിതറിപ്പോയി. അപ്പം തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലിലെ ജോലിക്കാരിയാണ് ശാന്തമ്മ എന്ന് പറഞ്ഞ അമ്മ. ആ അമ്മ ഇല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ ഇന്ന് ഞാൻ ഇങ്ങനെ നിന്ന് സംസാരിക്കേണ്ട ആവശ്യം വരില്ലായിരുന്നു. അപ്പോൾ ആ അമ്മയായിരുന്നു രക്തത്തിൽ കുളിച്ച് കിടന്നപ്പോൾ എന്നെ വാരിയെടുത്ത് ഒന്ന് എന്താണ്, കാരണം ഈ പുക കൊണ്ടൊക്കെ ഇങ്ങനെ നിറഞ്ഞിരിക്കുകയായിരുന്നല്ലോ. ബോംബ് അറിയാമല്ലോ, ബോംബ് പൊട്ടാൻ തന്നെ അതിൻ്റെ ഒരു പുകയും കാര്യങ്ങളും അതിൻ്റെ ചികിള് ഇതൊക്കെ ഇങ്ങനെ നിറഞ്ഞിടക്കും. ജനങ്ങൾ ഒരു സമയത്ത് ശാന്തമ്മയ്ക്ക് അറിയില്ലായിരുന്നു നിങ്ങളുടെ കൈ കാര്യവും കണ്ണിന് കാഴ്ച. അതെ. അല്ല, ഇത് അപ്പോഴത്തന്നെ ഈ പുക കൊണ്ട് ഇങ്ങനെ മൂടിയിരിക്കുകയായിരുന്നു. അമ്മ അതിനിടയിൽ വന്നിട്ടാണ് ഇങ്ങനെ വാരി എടുത്തത്. മറ്റുള്ള ആൾക്കാർ, ജനങ്ങൾ, അവിടെ ഉണ്ടായിരുന്ന പരിസരത്തുണ്ടായിരുന്ന പരിസരവാസികളൊന്നും അടുത്ത് വന്നില്ല. പേടിച്ചിട്ട് കേസ് വല്ല എന്തെങ്കിലും ആവുമെന്ന് വിചാരിച്ചിട്ട് വന്നില്ല. അപ്പം അതെ. പിന്നെ അവിടെയും ഈ പറഞ്ഞ പോലെ ഈ ആയഞ്ചേരിൽ മാത്രമല്ല കടത്തിണ്ണൽ കിടന്നത്, അവിടെയും കല്ലിക്കണ്ടിയിലും ഇതേപോലെ തന്നെ കടത്തിണ്ണകളിൽ കടവരാന്തകളിലൊക്കെയാണ്, പഞ്ചായത്ത് വരാന്തകളിലൊക്കെയാണ് അന്തി ഉറക്കം. അപ്പം പിന്നെ ഒരു ജീപ്പ്, വണ്ടികളൊന്നും വന്നില്ലായിരുന്നു. അങ്ങനെ ബിജു എന്ന് പറഞ്ഞ ഒരു ചേട്ടൻ ജീപ്പുമായിട്ട് വന്നു, എന്നെ അതിൽ കിടത്തി നേരെ പാനൂർ കൊണ്ടുപോയി. പാനൂർ കൊണ്ടുപോയപ്പോൾ അയ്യോ ഈ കൊച്ചിനെ ഇവിടെ പറ്റൂല, തലശ്ശേരി ജനറൽ ആശുപത്രിയിലോട്ട് കൊണ്ടുപോയിക്കൊള്ളുന്നത്. കുഞ്ഞാശുപത്രിയാണ് പാനൂർ ഉള്ളത്, ചെറിയ ആശുപത്രിയാണ്. അപ്പോൾ തലശ്ശേരി ആണെങ്കിൽ ജനറൽ ആശുപത്രിയാണ്, അവിടെ കൊണ്ടുപോകാൻ പറ്റും. ഇതിനങ്ങനെ വലിയ ആശുപത്രിയാണ്. അവിടെ പോയപ്പോഴും പറ്റൂല എന്ന് പറഞ്ഞു. നേരെ മെഡിക്കൽ കോളേജ്, കോഴിക്കോട് മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുപോയി.
പിന്നെ 10 മിനിറ്റിൻ്റെ പുനർജന്മം എന്ന് പറഞ്ഞിട്ട് അന്നത്തെ പത്രമാധ്യമങ്ങളിലൊക്കെ കണ്ടതുപോലെ എന്തോ ഒരു ഭാഗ്യമുണ്ട് ഇങ്ങനെയൊക്കെ നിൽക്കണം എന്നുള്ള ഒരു നിമിത്തമാണ് സത്യം പറഞ്ഞാൽ ഈ സായിഗ്രാമം ഏറ്റെടുക്കണം. ഈ പത്രമാധ്യമത്തിൽ കൂടിയായിരുന്നു കണ്ടറിഞ്ഞ് ശ്രീ സത്യസായി ഓർഫനേജ് ട്രസ്റ്റിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ. അന്ന് സായിഗ്രാമം അല്ലായിരുന്നു, സായി നികേതൻ എന്നായിരുന്നു. അപ്പോൾ ശ്രീ സത്യസായി ഓർഫനേജ് ട്രസ്റ്റിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ KN ആനന്ദ് കുമാർ. ശ്രീ സത്യസായി ഓർഫനേജ് ട്രസ്റ്റാണ്. അതിപ്പം സായിഗ്രാമമായിട്ട് വലിയ ഒരു തണൽ മരമായിട്ട് വളർന്ന് തോന്നയ്ക്കലിലാണ് ഉള്ളത്. ആറ്റിങ്ങലിൽ ഇപ്പം തിരുവനന്തപുരം ആറ്റിങ്ങലിൽ ഇപ്പുറത്തായിട്ട് തോന്നയ്ക്കൽ കുമാരനാശാൻ്റെ അവിടെയാണ്. അപ്പം അവിടെ ഒരു 10, 25, 30 ഏക്കറിലാണ് ഈ സായിഗ്രാമം ഉള്ളത്. അവിടെയായിരുന്നു വളർന്നത്. അപ്പം ആദ്യം വന്നത് ഈ ബോംബ് സ്ഫോടനം പറ്റി 98 ബോംബ് സ്ഫോടനം. പിന്നെ അതുപോലെ തന്നെ ഈ ബോംബ് സ്ഫോടനം പറ്റിയത് മാത്രമല്ല, ആ സമയത്ത് ഞാൻ പറഞ്ഞു തീർന്നില്ല, ഈ ജനറൽ ആശുപത്രിയിൽ നിന്ന് നേരെ ഈ കോഴിക്കോടേ കൊണ്ടുപോയി 10 മിനിറ്റ് പുനർജന്മം എന്ന് പറഞ്ഞു. അതിൻ്റെ ബാക്കി പറയാം. അപ്പം ആശുപത്രിയിൽ 2 മാസത്തോളം കിടന്നു. അതിലൊരു ദിവസം ഇങ്ങനെ നടന്ന് ടോയ്ലറ്റിൻ്റെ അവിടെ പോയപ്പോൾ ഒരു ചെറിയൊരു കണ്ണാടി ഉണ്ടാകുന്നു. അവിടെ പോയപ്പോൾ ഈ കണ്ണിൻ്റെ കാഴ്ചയില്ല എന്നുള്ളത് അറിയുന്നത്. കാരണം ആ കണ്ണ് എടുത്തു. ഈ വലത് കണ്ണാണ്, ഇടത് കൈയാണ്. അപ്പോൾ വലത് കണ്ണ് പൂർണ്ണമായിട്ടും പോയി. അപ്പോൾ ആർട്ടിഫിഷ്യലാണ് വെച്ചിരിക്കുന്നത്. അങ്ങനെ ഈ പത്രമാധ്യമങ്ങളിൽ കണ്ടറിഞ്ഞ് ആനന്ദകുമാരങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞു ഏറ്റെടുത്തു. അപ്പം ഏറ്റെടുക്കുന്ന സമയത്ത് സായി ഭക്തരായിട്ടുള്ള 2 ആൾക്കാർ നേരെ അങ്കിൾ പറഞ്ഞു വിട്ടു. നേരെ കല്ലിക്കണ്ടിയിൽ വന്നു, അമ്മയിൽ നിന്ന് എന്നെ ഏറ്റെടുത്തു. അന്നത്തെ കളക്ടറായിരുന്നു, കണ്ണൂർ കളക്ടറായിരുന്നു KR ജ്യോതിലാൽ IAS. അപ്പം ആ കളക്ടർ മുമ്പാകെയായിരുന്നു എന്നെ അവർ സ്വീകരിച്ച് നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അപ്പം അതുമാത്രമല്ല, വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇദ്ദേഹം കളക്ടറായിരുന്ന സമയത്തായിരുന്നു ഞാൻ അവിടെ എത്തിപ്പെടുന്നതും. പിന്നെ അതേപോലെ തന്നെ എൻ്റെ അപ്പോയിൻമെൻറ്റ് ഓർഡറിലും അണ്ടർ സെക്രട്ടറിയുടെ സ്ഥാനത്ത് ഒപ്പിട്ടിരിക്കുന്നതും KR ജ്യോതിലാൽ IAS സാറാണ്. എൻ്റെ അപ്പോയിൻമെൻറ്റ് ഓർഡറിൽ ഉണ്ട്, ഞാൻ കാണിച്ചില്ല. പിന്നെ സായിഗ്രാമം ഈ സായി നികേതനിൽ വരുമ്പോൾ കൊല്ലത്തായിരുന്നു ആദ്യം എന്നെ കൊണ്ടുവന്നത്. അവിടെ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു പത്രസമ്മേളനം എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ സുഗതകുമാരി ടീച്ചർ കണ്ണൂർ വന്ന ഒരു കഥയൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. എന്നെ ചെറുപ്പത്തിൽ ഇങ്ങനെ മടിയിലെഴുതിയിരിക്കുന്ന ഒരു സീന്, അതൊക്കെ എല്ലാവരുടെ മനസ്സിൽ നിൽക്കുന്ന ഒരു സംഭവമാണ്. അപ്പം സുഗതകുമാരി ടീച്ചർ ഞാൻ കൊല്ലത്ത് വന്നപ്പോഴും എനിക്കൊരു കവിതയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ സായിഗ്രാമം 99 ഈ പേര് മാറുന്നത്. 99 സായി നികേതൻ കുട്ടികളുടെ വേനൽ മഴ ക്യാമ്പ്, അതായത് തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവ് കൊടുങ്ങാനൂർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെയാണ് ഈ ഭാരതീയ വിദ്യാഭവൻ എന്ന് പറഞ്ഞ സ്കൂളുള്ളത്. ആ സ്കൂളിൽ എല്ലാ വർഷവും ഇപ്പം സായിഗ്രാമം ഉള്ളതുകൊണ്ട് സായിഗ്രാമത്തിൽ വെച്ചിട്ടാണ് ഈ വേനൽ മഴ ക്യാമ്പ് എന്നത്. അത് 99 നടത്തിയിരുന്നത് ഈ ഭാരതീയ വിദ്യാഭവൻ സ്കൂളിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ 2 ആഴ്ച ഒക്കെ നീണ്ടു നിൽക്കുന്ന ക്യാമ്പാണ് വേനൽ മഴ ക്യാമ്പ്. അത് ഒന്നെങ്കിൽ ഏപ്രിലിൽ അല്ലെങ്കിൽ മെയ്യിൽ, ഈ മാസങ്ങളിലായിരിക്കും സാധാരണ നടത്താറുള്ളത്. അങ്ങനെ 99 ഞാനൊരു പാട്ടൊക്കെ പാടി അതിന് പ്രൈസ് സമ്മാനദാനം അവസാന ദിവസമായിട്ടുള്ള സമാപന സമ്മേളനത്തിന് അന്ന് വെല്ലിംഗ്ടൺ സാറ്, പിന്നെ അതുപോലെ തന്നെ AK ആന്റണി സാറ്, അതുപോലെ തന്നെ J ലളിതാംബിക IAS മാഡം, പിന്നെ P ഗോവിന്ദപിള്ള സാറ്. അന്നൊക്കെ മലയാളം നല്ലപോലെ വഴങ്ങി തുടങ്ങി. അതെ, ഞാൻ ചെറുപ്പം മുതലേ ഇവിടെയായിരുന്നു, ജനിച്ച മുതലേ ഇവിടെയായിരുന്നു. ചെറുപ്പത്തിലേ ഇങ്ങ് കൊണ്ടുപോകും. മലയാളത്തിൻ്റെ തമിഴിൽ നിന്ന് മലയാളത്തിലേക്ക് അങ്ങനെ ഒരു വ്യത്യാസമൊന്നും തോന്നിയിട്ടില്ല. ഇല്ല. അപ്പോൾ അമാവാസി ഫസ്റ്റ് പ്രൈസ് കൊല്ലം സായി നികേതൻ. കൊല്ലം ഞാൻ പറഞ്ഞല്ല, കൊല്ലത്തായിരുന്നു ഏറ്റെടുത്തത്. കൊല്ലം സായി നമുക്ക് ബ്രാഞ്ച് ശ്രീ സത്യസായി ഓർഫനേജ് ട്രസ്റ്റിൻ്റെ കീഴിൽ തിരുവനന്തപുരം, കൊല്ലം, പിന്നെ അതുപോലെ തന്നെ കോട്ടയം, എറണാകുളം, ആലപ്പുഴ, കോഴിക്കോട്, ഇത്രയും സ്ഥലത്തായിരുന്നു ഈ സായി നികേതൻ കുട്ടികളുണ്ടായിരുന്നത്. അങ്ങനെ ഫസ്റ്റ് പ്രൈസ് കൊല്ലം സായി നികേതൻ. അപ്പം അന്ന് ഈ വേദിയിലുണ്ടായിരുന്ന ഇത്രയും നേരത്തെ പറഞ്ഞല്ലോ ഇത്രയും പേര്. അപ്പം ഇവർ അമാവാസിയോ, ഈ പയ്യന് ഒരു പേര് മാറ്റി ഒന്ന് ഇടാലോ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഈ J ലളിതാംബിക IAS മേഡമാണ് ഈ പേര് പറഞ്ഞു കൊടുക്കുന്നത് P ഗോവിന്ദപിള്ള സാറിൻ്റെ അടുത്ത്. P ഗോവിന്ദപിള്ള സാറ് അത് അനൗൺസ് ചെയ്തു. പൂർണ്ണചന്ദ്രൻ, ഇനി തൊട്ട് പൂർണ്ണചന്ദ്രനായിട്ടിരുന്നാൽ മതി കേട്ടോ.
അപ്പം പേര് ഇനി തൊട്ട് ഇങ്ങനെ അന്ന് തന്നെ മുതൽ ഇരിക്കട്ടെ. പൂർണ്ണചന്ദ്രനായി. അന്ന് മുതൽ ഇന്ന് വരെയും പൂർണ്ണചന്ദ്രനായിട്ട് ഞാൻ ഇരിക്കുന്നത്. എൻ്റെ ഈ കഴിവ് തിരിച്ചറിഞ്ഞത് നമ്മുടെ KN ആനന്ദ്കുമാർ അങ്കിളുടെ വൈഫാണ്, വിനീത എന്ന് പറയും. ആൻറ്റിയാണ് ഇത് എൻ്റെ കഴിവ് തിരിച്ചറിഞ്ഞത്. ആൻറ്റി അങ്കിളിനത് പറയുകയും അങ്കിള് മ്യൂസിക് ഡയറക്ടറായിട്ടുള്ള പെരുമ്പാവൂർ G. രവീന്ദ്രനാഥ് സാറ്, അപ്പോൾ സാറ് ഒന്നാം രാഗമൊക്കെ ഉണ്ടല്ലോ, ഒന്നാം രാഗം ഒരുപാട് പാട്ടുകൾ ഏതൊക്കെയോ കുറിപ്പുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെ അതെ. അപ്പം സാറിൻ്റെ കീഴിലായിരുന്നു സംഗീത പഠനം. പിന്നെ അത് കഴിഞ്ഞിട്ട് സായിഗ്രാമം 2006 2007 കാലഘട്ടത്തിലായിരുന്നു സായിഗ്രാമം വന്നത്. പിന്നെ അങ്ങോട്ടേക്ക് വന്നു, കൊല്ലത്ത് നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് വന്നു. പിന്നെ കൊല്ലത്ത് സായിഗ്രാമത്തിൽ വന്നതിന് ശേഷമാണ് സായുജ്യം വൃത്തസദനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് SP ബാലസുബ്രഹ്മണ്യ സാർ വന്നു. അപ്പോൾ അന്ന് പ്രയർ സോങ് പാടിയത് ഞാനായിരുന്നു. അപ്പം പ്രയർ സോങ് പാടിക്കഴിഞ്ഞ ഉടനെ അദ്ദേഹം മൈക്ക് വാങ്ങിച്ചു. SPB സാറ് മൈക്ക് വാങ്ങിച്ചിട്ട് പറഞ്ഞു, എന്താണ് ഈ ഉദ്ഘാടന കർമ്മമൊക്കെ കഴിഞ്ഞ് അതിനിടയിൽ കൂടി പറഞ്ഞു, യാതൊരു കാരണവശാലും ഈ പയ്യനെ മറ്റു വിഷയങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് വിടരുത്, എന്താണ് മ്യൂസിക് കോളേജിൽ തന്നെ വിട്ട് പഠിക്കണം. അദ്ദേഹത്തിൻ്റെ ഒരു സജഷൻ. ജീവിതം മാറ്റിമറിച്ച ഒരു സംഭവമായിരുന്നു യഥാർത്ഥത്തിൽ. അതെ, അദ്ദേഹത്തെ കണ്ടത്, SPB യെ കണ്ടത്. അതെ അതെ, തീർച്ചയായും. അമ്മേനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം എന്നെ വാരിയിടുന്നത് ഞാൻ പറഞ്ഞില്ലേ, ശാന്തമ്മ. ആ അമ്മ ഇല്ലെങ്കിൽ ഞാൻ ഇന്ന് ഇവിടെ ഇല്ല. അപ്പം ആ അമ്മയ്ക്കും ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും അമ്മ என்றழைக்காத உயிரில்லையே, அம்மாவை வணங்காத உயர்வில்லையே, அம்மா என்றழைக்காத உயிரில்லையே, அம்மாவை வணங்காத உயர்வில்லையே, நேரில் நின்று பேசும் தெய்வம் பெற்ற தாயன்றி வேறொன்று ஏது, அம்மா என்றழைக்காத உயிரில்லையே, അമ്മാവെ വണങ്ങാത ഉയർവില്ലയേ. തീർച്ചയായും വലിയൊരു പ്ലാറ്റ്ഫോമിൽ പാടാൻ കിട്ടിയത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നത്. ഏഷ്യാനെറ്റ് പോലുള്ള ഒരു ചാനലിൽ നമ്മൾ എടുത്തു പറയുന്നില്ല, ആ ഒരു വേറെ ചാനലുകളിലും ഞാൻ പാടിയിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് ആദ്യത്തെ തുടക്കം നിലയ്ക്ക് അതെനിക്ക് പറഞ്ഞറിയിക്കാത്ത ഒരു സന്തോഷമായിരുന്നു. പിന്നെ ആ ചാനലിൽ ഇങ്ങനെ പാടാൻ പറ്റുന്നുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് മണിമേളം എന്ന് പറഞ്ഞ കൈരളിയിൽ മണിമേളം എന്ന് പറഞ്ഞൊരു ചാനലും കൂടി പാടാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു. മണിച്ചേട്ടൻ്റെ കലാഭവൻ മണിച്ചേട്ടനായിരുന്നു അതിൻ്റെ ആങ്കറായിട്ടൊക്കെ.